നമുക്ക് ഇനി ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴയിലും കടലാക്രമണം രൂക്ഷമാണ്. ചേർത്തല, തൃക്കുന്നപ്പുഴ എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. കണ്ടെയ്നർ തീരത്തടിയുന്നതിലും ആശങ്ക ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ട്. ശരത് എസ് റിപ്പോർട്ടിലേക്ക്. സുജയ, മഴ ശക്തമായതോടെ ആലപ്പുഴയിലും തീരദേശ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും കടലാക്രമണം അടക്കമുള്ള അത്തരം പ്രതിസന്ധികളുണ്ട്. മാത്രമല്ല വെള്ളം കയറുന്ന പ്രശ്നം, ഈ ജോലിക്ക് പോകാൻ കഴിയാത്ത പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആലപ്പുഴയുടെ ചേർത്തല ഒറ്റമശ്ശേരി ഭാഗത്തും തൃക്കുന്നപ്പുഴ, അതേപോലെ തന്നെ ആറാട്ടുപുഴ, പുന്നപ്ര ഭാഗങ്ങളിലൊക്കെ തന്നെ പലയിടങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറുകയും ഈ തൃക്കുന്നപ്പുഴ ഭാഗത്ത് കഴിഞ്ഞ ദിവസം 2 വീടുകൾ കടലാക്രമണത്തിൽ തകർന്നിരുന്നു. അതിനു പുറമെ മത്സ്യത്തൊഴിലാളികളും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഈ ഘട്ടത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ കഴിയാത്ത പ്രതിസന്ധി അവർക്കുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കപ്പൽ മുങ്ങുകയും ഒപ്പം കണ്ടെയ്നർ കടലിലേക്ക് വീഴുകയും ചെയ്തത്. അത്തരം ആശങ്കകൾ ജനങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ മീൻ വാങ്ങാനും പലരും തയ്യാറാകാത്ത അത്ര ആശങ്കകൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ട്. ജീവിതമൊക്കെ ഇപ്പൊ വളരെ കഷ്ടത്തിലാണ് ഞങ്ങളെല്ലാം. എല്ലാ ദിവസവും പണിക്ക് പോയിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇപ്പൊ ഈ കണ്ടെയ്നർ പറഞ്ഞതിന്റെ പേർക്ക് കിട്ടുന്ന മീന് വിലയും ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ പടിഞ്ഞോട്ട് പോകാനുള്ള സിറ്റുവേഷനൊന്നുമില്ല, പോകാനും പറ്റില്ല. പട്ടിണിയുടെ ദുരന്തത്തിലാണ് ഇപ്പോൾ. കപ്പൽ മുങ്ങിയതോടുകൂടി കണ്ടെയ്നർ കരക്കടി എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നില്ല. രാസപദാർത്ഥമൊക്കെ ഉള്ള ആശങ്ക നിലനിന്നിരുന്നതുകൊണ്ട് ഇപ്പം ആളുകൾ മീൻ വാങ്ങാൻ മടിക്കുന്നുണ്ട്. ആൾക്കാർ മടിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തു കൊണ്ടാലും അയ്യോ ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ട, ഒരു കാലം കഴിഞ്ഞിട്ട് മതി, രാസവസ്തുക്കൾ ഉണ്ടായിരുന്നത്. അത് കാരണം പിടിക്കുന്ന മീൻ പിടിക്കാനിപ്പോൾ പോകാൻ പറ്റുന്നില്ല. ഇനി പിടിച്ചിടുന്ന മീൻ അതിന് എന്താകും, എങ്ങനെയാകും ഞങ്ങളുടെ ജീവിതങ്ങൾ എന്ന് ആശങ്കയിലാണ് ഞങ്ങൾ. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ കപ്പൽ മുങ്ങിയതിന് പിന്നാലെ കൂടുതൽ ആശങ്കയിലേക്ക് ജനങ്ങൾ മാറിയതുകൊണ്ട് തന്നെ ഈ പിടിക്കുന്ന മീൻ പോലും വിൽക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല കടലിൽ പോയി മീൻ പിടിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉള്ള അത്തരം പ്രതിസന്ധികളും ഈ ഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ പ്രതിസന്ധികൾക്കിടയിലാണ് മത്സ്യബന്ധന മേഖലയും ഒപ്പം തീരദേശ മേഖലയും ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്, റിപ്പോർട്ടർ ആലപ്പുഴ.